നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇത് വലിയ പ്രയാസകരമായൊരവസ്ഥയാണ്. ദൈവം ദാനമായി ഇത്രയും ശ്രേഷ്ഠമായൊരു പദവി നമുക്ക് നൽകിയിട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയുടെ ശ്രേഷ്ഠത അറിയാത്തവരായി ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം പലപ്പോഴും നമ്മുടെ ഭൗതിക ചുറ്റുപാടുകളെ നമ്മൾ നോക്കിയിട്ടാണ്. സാമ്പത്തിക ഞെരുക്കം, ശാരീരിക വെല്ലുവിളികൾ, മറ്റ് സാമൂഹിക പ്രതിസന്ധികൾ, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ അലട്ടുന്നതിനാൽ നമുക്ക് പലപ്പോഴും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പദവിയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരാളെ നിങ്ങൾക്കൊരു ഉദാഹരണമായി കാണിക്കാം. ആളുടെ പേര് യേശു എന്നാണ്. നമ്മൾ ദൈവത്തിന്റെ പൈതലാണോ? ദൈവത്തിന് എന്നോട് ഇഷ്ടമാണോ? ദൈവം വാസ്തവമായും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്, സംശയമുണ്ട്. പക്ഷെ യേശുവിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷന്റെ കാര്യമില്ല. കാരണം അവൻ ദൈവത്തിന്റെ മടിയിലിരുന്നവനാണ്, ദൈവമായവനാണ്, സർവത്തിന്റെയും അധികാരിയാണ്, സർവശക്തനാണ്. എന്നാൽ അവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ പുത്രനായിട്ടാണ് വന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൗതിക ചുറ്റുപാടുകൾ എങ്ങനെ ഉണ്ടായിരുന്നു പ്രിയരെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2 രൂപ കരം കൊടുക്കാൻ റെഡി ക്യാഷ് കയ്യിലെടുക്കാനില്ലായിരുന്നു. 5000 പേർക്ക് ഫുഡ് കൊടുക്കുവാൻ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. കയ്യിലുള്ള സ്തോത്രകാഴ്ചയും പൈസയും എല്ലാം കൂടെ എണ്ണി നോക്കിയിട്ട് തികയത്തില്ല. യേശുവിന് യെരുശലേമിലേക്ക് കയറി പോകുവാൻ ഒരു വാഹനമൃഗം വേണം, സ്വന്തമായിട്ടില്ല. വിരുന്ന് കഴിക്കുവാൻ ഒരു മാളിക മുറി വേണം, സ്വന്തമായിട്ടില്ല. അടക്കുവാൻ ഒരു കല്ലറ വേണം, സ്വന്തമായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുന്ന ദൈവിക ആലോചനയിലേക്ക് കയറുന്നതിന് മുൻപായി ദൈവജനത്തോട് വ്യക്തമായി ഞാനൊരു കാര്യം പറയാം. നിന്റെ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളെയും അറിയുന്ന, നിന്റെ വിഷയങ്ങൾക്കെല്ലാം വ്യക്തമായി തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് നീ അപ്പ എന്ന് വിളിക്കുന്നത്, നീ അപ്പച്ച എന്ന് വിളിക്കുന്നത്. സർവത്തിന്റെ മേൽ സർവ്വാധികാരവുമുള്ള ദൈവത്തെയാണ്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ഭൗതിക ചുറ്റുപാടുകളെ വെച്ച് നിന്റെ ക്രിസ്തീയ ജീവിതത്തെ നീ അളക്കരുത്. ആ മണ്ഡലത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യം വെളിപ്പെടണം പ്രിയരെ. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം പറയാം. നമ്മൾ ഈ പലപ്പോഴും പഴയ